രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് ഭാര്യയെ പാവാടയും കുപ്പായിട്ടിട്ടുള്ള വേഷത്തിൽ കണ്ടത്. ആഹാ, ഇതെവിടുന്ന് കിട്ടി? ഇത് റീജയുടേതാ. അവള് പോയോ? നാളെ അവൾക്ക് എക്സാം തുടങ്ങിയല്ലേ, അവൾ ഉച്ചക്കും പോയി. അവൾ ഡ്രസ്സ് കൊണ്ടുപോയില്ലേ? അവൾ കൊണ്ടുവന്നൊക്കെ കൊണ്ടുപോയി, ഇതൊരെണ്ണം ബാക്കി വെച്ചു. നീട്ട് മോശമാക്കിയാലോ? അവൾക്ക് വിഷമാവില്ലേ? അവൾക്ക് ഒരുപാടുണ്ട്. നാട്ടിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഇത് അലക്കിയിട്ടതായിരുന്നു. അങ്ങനെ നീ എടുത്തു അല്ലേ? കൊള്ളാവോ? പിന്നല്ലാണ്ട് നന്നായിട്ടുണ്ട്. ശരിക്കും? പട്ടുപാവാടക്കാരി. ഭാര്യയുടെ അരയിലൂടെ കൈയിട്ട് ഉള്ളിലേക്ക് നടത്തിച്ചുകൊണ്ട് അയാൾ പാടി. സുധാകരേട്ടന് പാട്ട് വരുന്നുണ്ടല്ലോ. ഭാര്യ കളിയാക്കി. സുധാകരൻ ഓർത്തു, പഠിക്കുമ്പോഴും തൊഴിലില്ലാതെ ക്ലബ്ബുകൾ ഉണ്ടാക്കി നടക്കുമ്പോഴും പല പാവാടക്കാരികളെയും വളക്കാൻ പിന്നാലെ നടന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും വളഞ്ഞിട്ടില്ല. ജോയ്സിയുടെയും സുധാകർ മംഗളോദയത്തിൻ്റെയും കഥകളിലെ പാവാടക്കാരികൾ പ്രേമിക്കുന്ന കാണുമ്പോൾ അവർ കാമുകന്മാർ തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന നോവലിൻ്റെ ഓരോ ആഴ്ചയിലെയും ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തനിക്ക് അതുപോലെ ഒരെണ്ണം പ്രേമിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവളുമാരുടെ പുറകെ നടന്ന മെച്ചം. വസ്ത്രം മാറ്റുമ്പോൾ അവൾ റൂമിനകത്ത് കുണുങ്ങി വന്നു. ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി. എന്താ തടസ്സം? അങ്ങനെ ചെയ്തു. അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ. പണ്ട് ആ വസ്ത്രം ധരിച്ച പാവാടക്കാരികളോടുള്ള ഇഷ്ടം. ഇതെന്ത് ഇന്നൊരു പ്രത്യേകത? പതിവില്ലാത്ത ശൃംഗാരം കണ്ടപ്പോൾ അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. പണ്ടാരക്കാൽ വികാരവതിയാകുമ്പോഴേക്കും വിട്ടു. ഈ മനുഷ്യനിത് എന്നാ പറ്റി? അവൾ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ച്. രാത്രി ബെഡ്റൂമിൽ മൃദുല വികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ അയാൾ വളരെ അവധാനതയോടുകൂടി പട്ടുകുപ്പായത്തിന്റെ ബട്ടണുകൾ ഊരിമാറ്റുന്നു. സ്നേഹമസൃണനായി ചാരുതയോടുകൂടി വികാര വിവിശത കലർന്നത് പട്ടുപാവാടയുടെ വള്ളികൾ അഴിക്കുന്ന ഭർത്താവിനെ അവൾ കണ്ടപ്പോൾ അത്ഭുതമായി. രാവിലെ അടുക്കളയിലെ ജോലിക്കിടയിലും ആ പാവാടക്കാരി സുധാകരനിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു. കല്യാണത്തിന് ശേഷം ഭാര്യ നിരന്തരം സാരിയിലും ചുരിദാറിലും ദേഷ്യം പിടിപ്പിക്കുന്ന കോവക്ക ഈർക്കൽ കുത്തിയ പോലെ ലെഗിൻസിലും കണ്ട സുധാകരന് പാവാടക്കുള്ളിലെ ഭാര്യ ശ്രദ്ധിച്ചു. പട്ടുപാവാടയും ബന്ധപ്പെട്ട് വല്ല ഫ്ലാഷ് ബാക്ക് പ്രേമകഥയുണ്ടോ മാഷേ, രഹസ്യമായിട്ട് ഉള്ളിൽ? ഭാര്യ സംശയത്തോടെ ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇത് പഴയ കൗമാര ഓർമ്മകൾ ഉണർത്തിയെന്ന് ശരി തന്നെ. പക്ഷെ അത് നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രേമിച്ച പെണ്ണിന്റെ കഥയൊന്നുമല്ല. പിന്നെ? അവൻ ആ പഴയ കഥ പറഞ്ഞു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. പൊതുവെ അന്തർമുഖനായ അവന് കൂട്ടുകാരായ ആൺകുട്ടികൾ കുറവാണ്. പിന്നെയുള്ള അയൽപ്പക്കക്കാരായ സുമയിൽ ലതയും മാത്രം. അവർ 7ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സുകാരനായ അവൻ ഹൈസ്കൂളിൽ പോകുന്ന വഴിക്കാണ് 7ാം ക്ലാസ്സുകാരുടെ UP സ്കൂള്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുമയിൽ ലത അവൻ്റെ പിന്നാലെ കൂടും. അവർ സ്കൂളിലാക്കിയിട്ട് അവൻ നേരെ ഹൈസ്കൂളിലേക്ക് പോകും. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന നേരം സുമയിൽ ലതയെ അവൻ്റെ കൂടെ കൂടി. വരുന്ന വഴിയിലുള്ള ഒരു കുഞ്ഞമ്മാവിൽ നിറയെ മാമ്പഴം കണ്ടപ്പോൾ സുമയിൽ ലതയെ ആ മാമ്പഴം പറിച്ചു തരാൻ ആവശ്യപ്പെട്ടു. മറ്റുള്ളവരുടേതൊന്നും അതിക്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കാത്ത അവൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. സുമയ്ക്കും ലതയ്ക്കും മാങ്ങ പറിച്ച് തിന്നേ പറ്റൂ. അവർ ബാഗുകൾ താഴെ വെച്ച് മരത്തിൽ കയറാൻ തുടങ്ങി. കുഞ്ഞു മരമായതുകൊണ്ടും ഒരുപാട് കുഞ്ഞു ശാഖകൾ ഉള്ളതുകൊണ്ടും അവർ പെട്ടെന്ന് കയറി. പക്ഷെ പെട്ടെന്ന് രണ്ടുപേരും ചാടി ഇറങ്ങി. അവരുടെ ശരീരത്തിലാകെ ഉറുമ്പുകൾ കയറി. കയ്യിൽ കിട്ടിയ പല ഉറുമ്പുകളെയും അവർ ഉടച്ച് കൊന്നുകളഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കുപ്പായത്തിനകത്തും പാവാടക്കുള്ളിൽ ഉറുമ്പ് കയറി. അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഉറുമ്പിന്റെ കടി തുടങ്ങിയപ്പോൾ തങ്ങളുടെ കൂടെ ഒരു ആൺചക്കനുണ്ടെന്ന് കാര്യമാക്കാതെ അവർ പാവാടയും കുപ്പായവും ഊരി മാറ്റി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അയ്യേ, ഇനി പറയണ്ട, ഭാര്യ ഇടയിൽ കയറി പറഞ്ഞു. അങ്ങനെ ആ കൂട്ടുകാരികൾക്ക് മുമ്പിൽ അന്ന് പ്രതിമ അടക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ. ഹോ, ഭീകരം. അത് കേട്ട് ഭാര്യ പൊട്ടിച്ചിരിച്ച്. അമ്പട കേമ, അതാണല്ലേ ഒരിക്കലും മറക്കാതെയുള്ള ഈ പാവാട പ്രേമവും സ്മരണയും. ചിരിക്കണ്ട, അതൊക്കെ ഒരു കാല. പ്രേമൊന്നുമില്ല. പ്രേമൊന്നും വിലപ്പോവാതിരുന്നപ്പോൾ ആ ഒരു പയ്യന്റെ നിരാശയുടെ ഗൃഹാതുരത്താ. ഓ അങ്ങനെ. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ഒരുപാട് ചേച്ചിമാരുടെ ഒരു അപേക്ഷയുണ്ട്. പല ഭർത്താക്കന്മാർക്ക് ഇതുപോലുള്ള നിരാശയോ അല്ലെങ്കിൽ പട്ടുപാവടയുമായി ബന്ധപ്പെട്ട പല കഥകളിലും മനസ്സുടക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒരു പട്ടുപാവടയിട്ട് അവരുടെ മനസ്സിനൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കണേ. അവർക്കത് വലിയ ഇഷ്ടമാവും. സ്നേഹത്തോടെ, വിജയ് സത്യ.